അവൻ വഴി രക്ഷ പ്രാപിക്കാനാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും അവൻ ജീവിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. വിശ്വസിക്കാത്തവനോ ഈ രക്ഷകനെ ലോകത്തിലേക്ക് അയച്ച പിതാവ് മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി രക്ഷകനെ ലോകത്തിലേക്ക് അയച്ചു. വിശ്വസിക്കാത്തവനാകട്ടെ ആ യേശുവിൽ വിശ്വസിക്കായിക മൂലം, രക്ഷകനെ സ്വീകരിക്കായിക മൂലം മുൻപേ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അതെവിടെയാണ് ഈ മുമ്പേ തന്നെ? അവിടെയാണ് പറുദീസയിൽ വെച്ച് ആദിമാതാപിതാക്കളെ പിശാച് വഞ്ചിച്ചു പാപത്തിനുടമയാക്കിയപ്പോൾ മനുഷ്യരെല്ലാം ശിക്ഷയ്ക്കർഹരായി. തലമുറ തലമുറയായി മക്കളായി പിറക്കുന്നവരെല്ലാം ഈ ജന്മപാപം പേറുന്നവരാണ്. അതിനാൽ ശിക്ഷയ്ക്കർഹരാണ്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വന്ന രക്ഷകനെ വിശ്വസിക്കായിക നിമിത്തം മുമ്പേ തന്നെ അവർ ശിക്ഷയ്ക്കർഹരാണ്. എന്നാൽ യേശു നൽകുന്ന രക്ഷ സൗജന്യമാണ്. അതിനാരുടെ പിന്നാലെ കൈനീട്ടി നടക്കണ്ട. യേശുവിന്റെ സുവിശേഷം ഈ പരസ്യവേദിയിൽ പ്രഘോഷിക്കാൻ കാരണം യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ രക്ഷ സൗജന്യമാണ്. സൗജന്യമായ പാപക്ഷമ നൽകാൻ കഴിയുന്ന ദൈവത്തെ